ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ദീപക് ഋതികയോട് ചോദിക്കുക, ഇപ്പോഴും നിന്റെ മനസ്സിൽ രാജീവാണില്ലേ? വെറുതെ അല്ല ഞാൻ ഹൽദിക്ക് നിന്റെ കൈ പിടിച്ചപ്പോൾ നീ കൈ പിടിച്ച് ബലം പിടിച്ചത്. നീ അവനെ മനസ്സിൽ കൊണ്ട് നടന്നോ? ഒരിക്കലും നടക്കത്തില്ലേ നിന്റെ മോഹം. നീ പിന്നെ എന്തിനാ പിന്നാലെ വന്ന് എൻ്റെ കണ്ണുപൊത്തിയത്? നിന്നോട് ആര് പറഞ്ഞു? നീ എന്ത് ധൈര്യത്തിലാ എൻ്റെ പുറകിൽ കൂടി വന്ന് നീ എൻ്റെ മുഖത്ത് ടച്ച് ചെയ്തത്? എടി, നിന്നെ ഞാൻ കെട്ടാൻ പോന്നവനാ. നിന്നെ തൊട്ടെന്നൊക്കെ ഇരിക്കും. അതിനുവേണ്ടി നീ ഇത്രയ്ക്കൊന്നും ഫീലാകേണ്ട കാര്യമൊന്നുമില്ല. നാളെ എൻ്റേതാകേണ്ട പെണ്ണാ നീ. അത് നാളെയല്ലേ? സത്യം പറയടി, നിന്റെ മനസ്സിൽ ഇപ്പോഴും രാജുവല്ലേടി? നിന്നെ ഞാനൊന്ന് തൊട്ടപ്പോഴേ നിനക്കങ്ങ് പൊള്ളി അല്ലേ? എന്താടി നീ മിണ്ടാതെ നിൽക്കുന്നത്? വാ തുറന്ന് പറയടി എന്ന് പറഞ്ഞപ്പോൾ ഋതിക പറയാ, എനിക്ക് നീ പറയുന്നേ ഒന്നും കേൾക്കണ്ട, ഞാൻ പോവുക എന്നും പറഞ്ഞ് പോകാനൊരുങ്ങുന്ന ഋതികയുടെ കൈ കയറി അവനങ്ങ് പിടിക്കുവാണ്. മര്യാദയ്ക്ക് എൻ്റെ കയ്യേന്ന് വിട് ദീപക്കെ എന്ന് ഋതിക പറയുന്തോറും അവൻ അവിടെ കൈ പിടിച്ചങ്ങ് തിരിക്കുവാണ്. നിക്കടി അവിടെ, നിന്നെ അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടി എന്നും പറഞ്ഞ് ഋതിക കയറി അങ്ങ് പിടിക്കാൻ നോക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് ശേഖർ അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക്കെ, നീ എന്തുവാടാ അവിടെ കാണിക്കുന്നത്? വിടറാ അവളെ എന്നും പറഞ്ഞ് ശേഖർ ഓടി വരുവാണ്. എടാ, അവിടെ കയ്യേന്ന് വിടാനാ നിന്നോട് പറഞ്ഞത്. അത് കൊള്ളാവല്ലോ. എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ പെണ്ണിൻ്റെ കയ്യെ പിടിക്കുമ്പോൾ അവക്ക് പ്രശ്നം, അവിടെ ചെറിയച്ഛന് പ്രശ്നം. കൊള്ളാവല്ലോ കാര്യങ്ങളൊക്കെ. ദീപക്കെ, മതിയാക്ക്. മര്യാദയ്ക്കവിടെ കയ്യേന്ന് വിട്. ഇവിടെ കയ്യേന്ന് ഞാൻ വിടില്ല. നിങ്ങൾ എന്തു ചെയ്യും? കൂടി വന്നാൽ നിങ്ങൾ അമ്മാവനെ വിളിക്കുമായിരിക്കും. വിളിക്ക്, അമ്മാവനെ വിളിക്ക്. ഞാൻ ഇവളെ തൊട്ടാൽ എന്താ പ്രശ്നമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ദീപക്കെ, വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നീ. ശേഖർ അങ്ങനെ പറഞ്ഞപ്പോൾ ദീപക്കിനൊരു പേടി. ചിലപ്പോൾ ഈ പ്രശ്നം കൊണ്ട് കല്യാണം എങ്ങാനും മുടങ്ങിയാലോ? പെട്ടെന്ന് അവൻ ഋതികയുടെ കൈ അങ്ങ് വിടുവാണ്. ഋതിക കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടിപ്പോകാൻ പോകുമ്പോൾ ദീപക്കും അവളുടെ പുറകെ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ശേഖർ അവനെ ഉടനെ പിടിച്ചു നിർത്തിയിടാ, കുറേ നാളുകൊണ്ട് നീ ആ പാവത്തിനെ ഉപദ്രവിക്കുവാണല്ലോടാ എന്ന് പറയുമ്പോഴേക്കും ദീപക് കൈ ഓങ്ങിക്കൊണ്ട് ശേഖറിനെ അടിക്കാൻ പോകുമ്പോൾ അംബിക ഡാ എന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ട്. എന്താണ് ഇവിടെ പ്രശ്നം? ഞാൻ ഋതികയെ ഒന്ന് തൊട്ടതിന് ഇയാൾ ഡാ മര്യാദയ്ക്ക് സംസാരിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. നിന്റെ ചെറിയമ്മാവനല്ലേടാ അത്, ക്ഷമ ചോദിക്കടാ എന്നും പറഞ്ഞ് ആക്റ്റീവ് കാണിച്ചിട്ട് ക്ഷമയൊക്കെ ചോദിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ശേഖര, നീ പോയിക്കോ, ഞാൻ എനിക്ക് ഇവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എടാ, നീ എന്തൊക്കെയാടാ കാണിച്ചു വെക്കുന്നത്? വല്ല ചാതിലും രണ്ടറ്റവും കൂടെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ ദീപക്കെ. നീ എന്തിനാടാ അവളെ കയറി പിടിച്ചത്? അമ്മേ, ഞാൻ കയറി പിടിച്ചതൊന്നുമില്ല. കുറേ കൂടെ ചെന്ന് അവിടെ കണ്ണൊന്ന് പൊത്തിയതാ. എന്തിന്? കണ്ണ് പൊത്താൻ പോയിരിക്കുന്നവൻ. എടാ, പേവോളം നിൽക്കാമെങ്കിലേ ആറോളം നിനക്ക് നിന്നൂടേടാ. അമ്മേ, ഞാൻ അവളെ ആർത്തി മൂത്തൊന്നും കയറി പിടിച്ചതല്ല, വെറുതെ ഒരു തമാശ കാണിച്ചതാ. ഇപ്പോൾ തമാശ കാണിക്കേണ്ട സമയമൊന്നും അല്ല, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അംബികയെ വിളിച്ചോണ്ട് പോവുകയാണ്. രാജുവിൻ്റെ വീട്ടിൽ രാജു ഉറങ്ങാനായിട്ട് കട്ടിലിൽ കയറി കിടന്നിട്ട് രാജുവിന് ഉറക്കം വരുന്നില്ല. സോറി ഋതിക മേഡം, ഞാൻ മേഡത്തിനെ ഒരുപാട് വിഷമിപ്പിച്ചു. എൻ്റെ ഋതിക മേഡം ഇപ്പോൾ ഒരുപാട് വിഷമിക്കുവാണെന്ന് എനിക്കറിയാം. എൻ്റെ മേഡം, നിങ്ങൾക്ക് വേറെ ആരെയെങ്കിലും പ്രണയിച്ചാൽ പോരായിരുന്നോ? എന്തിന് ഈ പാവം രാജുവിനെ പ്രണയിച്ച് 1000 അതിർവരമ്പുകൾക്കുള്ളിൽ നിൽക്കുന്നവനാ ഞാൻ. ആ വരമ്പുകളൊക്കെ മറികടന്ന് എൻ്റെ ഋതിക മേഡത്തിൻ്റെ പ്രണയത്തിന് കൈതരാൻ എനിക്കാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിലും ഋതിക മേഡം എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെൻറ്റ്സ്. ഋതികയാണെങ്കിലോ അന്ന് വിവാഹ ഫോട്ടോ പോലെ അവരുണ്ടാക്കിയതെടുത്ത് വെച്ചോണ്ട് ഋതിക കരയുവാണ്. എൻ്റെ രാജു, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാജു. എന്താ എൻ്റെ സ്നേഹം മനസ്സിലാക്കാത്തത്? എന്നോട് അല്പം പോലും പ്രണയമില്ലേ രാജു? രാജു ഇരുന്നുകൊണ്ട് പറയുന്നു, എനിക്ക് ഇതുവരെ ആരോടും ഒരു പ്രണയം തോന്നിയിട്ടില്ല. എനിക്ക് ആദ്യമായിട്ട് ഈ കുട്ടിയെ പ്രണയിക്കണം എന്ന് തോന്നിയത് തന്നെ എൻ്റെ ഋതിക മേഡത്തെ കണ്ടപ്പോഴാണ്. പക്ഷേ എൻ്റെ സ്ഥാനം, ഞാൻ ആരാണെന്നുള്ള ബോധം, എൻ്റെ സാഹചര്യം, ഞാൻ ഒരിക്കലും ഋതിക മേഡത്തിനെ സ്വന്തമാക്കാൻ പാടില്ലെന്നുള്ള ബോധ്യം അതുള്ളതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആ പ്രണയം എൻ്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടേണ്ടി വന്നത്. രാജു, നിനക്കെന്നെ പ്രണയിച്ചാൽ എന്താ? എന്തുകൊണ്ടാണ് നീ എന്നെ പ്രണയിക്കാത്തത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എൻ്റെ മുഖം ഇഷ്ടമല്ലേ? എൻ്റെ ശബ്ദം ഇഷ്ടമല്ലേ? ഇനി എൻ്റെ ക്യാരക്ടർ നിനക്കിഷ്ടമല്ലേ? എന്താ രാജു എന്നെ ഇഷ്ടപ്പെടാത്തത്? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയുമോ രാജു? ഞാൻ നിന്നെ എന്തുമാത്രം പ്രണയിക്കുന്നുണ്ടെന്നറിയുമോ? എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നത് നീ എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ടായിരുന്നു. നീ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളൊക്കെ ഞാൻ എന്തുമാത്രം ആസ്വദിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാവോ? എൻ്റെ ഋതിക മേഡം സുന്ദരിയാ. എൻ്റെ ഋതിക മേഡത്തിൻ്റെ സംസാരം എൻ്റെ ഹൃദയത്തിലോട്ട് തുളച്ചു കയറുന്ന പോലെയാണ്. ഋതിക മേഡത്തിൻ്റെ സ്വഭാവം അതെനിക്ക് പറയാനേ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്വഭാവ ഗുണമുള്ള ഒരു സ്ത്രീയെ കണ്ടത് എൻ്റെ അമ്മയാണ്.
അതേ സ്വഭാവ ഗുണം തന്നെയാണ് ഹൃദയ മേഡത്തിനും. ഹൃദയ മേഡത്തിനെ എൻ്റെ ജീവിത സഖിയായി മാറ്റാൻ പറ്റാത്തതിൻ്റെ നഷ്ടം എനിക്ക് മാത്രമാണ്. എല്ലാം അവസാനിക്കാൻ പോവാ രാജു. ഞാൻ വീണ്ടും ദീപക്കിൻ്റെയും അംബിക അമ്മാവിയുടെ മുന്നിൽ തോറ്റു. ഞാൻ ദീപക്കിൻ്റെ ഭാര്യയാകാൻ പോവാ രാജു. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരിക്കൽ നീ എന്നോട് പറഞ്ഞതല്ലേ ഏത് ആപത്ത് സമയത്തും എന്നോടൊപ്പം കാണുമെന്ന്. എന്നിട്ട് നീ ഇപ്പോൾ ഇവരുടെ ഇടയിലോട്ട് എന്നെ തള്ളിവിടാൻ പോവാണോ രാജു? എന്തൊക്കെ വന്നാലും ഋതിക മേഡത്തിൻ്റെ കഴുത്തിൽ ദീപക്കിനെ കൊണ്ട് ഞാൻ താലി കെട്ടിക്കില്ല. അതുമാത്രമേ ഈ രാജുവിന് മേഡത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കൂ. ഋതിക രാജുവിൻ്റെ ഫോട്ടോ എടുത്ത് മുത്തം കൊടുത്തിട്ട് പറയുന്നു, ഐ ലവ് യു രാജു. എന്തു വന്നാലും എൻ്റെ മനസ്സിൽ നീ മാത്രമായിരിക്കും. എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും രാജു എന്നും പറഞ്ഞ് ഋതിക ഫോട്ടോ വെച്ച് ചങ്കു പൊട്ടി കരയുവാണ്. ദിവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപക് അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ദീപക്കിനെയും കൂട്ടുകാരെയും കണ്ട് ദിവ്യ അങ്ങ് ഭയന്ന് പെട്ടെന്ന് ദീപക് അവിടെ കയ്യെ കയറി അങ്ങോട്ട് പിടിക്കുവാണ്. എന്നെ വിട് ദീപക്കോ നീ എൻ്റെ പേര് വിളിക്കാനും മാത്രം ആയോടി, എന്നെ വിടെന്നും പറഞ്ഞ് ദിവ്യ കടന്ന് കരയുവാണ്. എന്നോട് ബലം പിടിക്കാൻ മാത്രം നീ ആയോടി. ദീപക് സാറേ ഇവിടുന്ന് പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി? ഞാനിപ്പോൾ രാജുവിനെ വിളിക്കും. അയ്യോ ഞാനങ്ങ് പേടിച്ചു പോവും. നീ പറഞ്ഞാൽ അവൻ വന്ന് എന്നെ മൂക്കി കയറ്റുപോടി. ദീപക്കെ എന്നെ വിടാനാ പറഞ്ഞത്. എൻ്റെ മുഖത്ത് നോക്ക് നീ എന്നെ ദീപക്കെന്ന് വിളിക്കാറായില്ലേ? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് നിന്നെ വേണമടി. ദിവ്യ അവൻ്റെ കയ്യിൽ കിടന്ന് പെടയുവാണ്. ദീപക് സാറേ എന്നെ ഒന്നും ചെയ്യല്ലേ. കൂടെ വന്ന കൂട്ടുകാരന്മാരോട് അവൻ പറയുന്നു, എടാ പോയി അവിടെ കുഞ്ഞെവിടാന്ന് നോക്ക്. വേണ്ട, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. അടങ്ങി നിൽക്കടി അവിടെ. ദീപക്കെ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. നിന്നെയും കുഞ്ഞിനെയും ഇപ്പം ഞാൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ സേഫായിട്ടിരിക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. നിങ്ങളെ രണ്ടുപേരെയും ഞാനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലേ അത് എൻ്റെ തലയിലാവില്ലേ വീഴുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒന്നും അറിയാത്ത പോലെ. എടി നാളെ എൻ്റെയും ഋതികയുടെയും വിവാഹമാ. അപ്പോൾ നീ കുഞ്ഞുമായിട്ട് കയറി വരില്ലെന്ന് എന്താടി എനിക്ക് ഉറപ്പ്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? നിനക്ക് വരാൻ പ്ലാനില്ലായിരിക്കും, പക്ഷെ അവള് പറഞ്ഞാൽ നീ വരില്ലേ? അമ്മാവന് പകരം ഇലക്ഷന് ഞാൻ നിൽക്കാൻ പോയപ്പോൾ നീ വന്ന് തടഞ്ഞതല്ലേ? നാളെ എൻ്റെയും ഋതികയുടെയും വിവാഹം നടക്കുമ്പോൾ നിന്നെയും കുഞ്ഞിനെയും ആ വിവാഹ മണ്ഡപത്തിൽ എത്തിച്ച് ആരെങ്കിലും അത് മുടക്കാൻ നോക്കില്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാടി എന്നും പറഞ്ഞ് ദിവ്യയും കുഞ്ഞിനെയും ദീപക് എവിടെയോ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ട്. ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരുടെ തകർത്തുള്ള ഡെക്കറേഷൻസുകൾ നടക്കുവാണ്. അവിടെ ഇവിടെ ഓടി നടന്നവർ ഓരോരുത്തരും ഓരോ പണികളിങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുവാണ്. അതൊക്കെ കണ്ട് ശേഖറും യാമിനിയും സങ്കടത്തോടെ പറയുവാണ്, ശേഖരേട്ടാ ഇത് കണ്ടോ, ഒരുക്കങ്ങളൊക്കെ അമ്പയേച്ചി പറഞ്ഞ് വേഗത കൂട്ടുവാണല്ലോ. എനിക്കിതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല യാമിനി. ഋതുമോളുടെ ഭാവി ദീപക്കിൻ്റെ കയ്യിൽ സുരക്ഷിതമല്ല. ഇന്നലെയും അവൻ ഋതുമോളോട് അപമര്യാദയായിട്ട് പെരുമാറി. വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അവൻ ആ കുഞ്ഞിനെ ദ്രോഹിക്കുക. എനിക്കും ആ പേടിയുണ്ട് ശേഖരേട്ടാ. രാജു ഇനി എന്തെങ്കിലും ചെയ്ത് ഈ വിവാഹം മുടക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ശേഖരേട്ടാ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് മുടക്കണമെന്നുണ്ട് യാമിനി. പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അംബികയും മോനോട് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ശേഖര കല്യാണ ഒരുക്കങ്ങളൊക്കെ? കൊള്ളാം ചേച്ചി. എന്നിട്ടെന്താ നിന്റെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷമൊന്നും കാണാത്തത്? എന്തോ നടക്കാൻ പാടില്ലാത്തത് നടക്കാൻ പോകുന്നു എന്നുള്ളതാണല്ലോ നിന്റെ ഒരു ഭാവമൊക്കെ. യാമിനി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? യാമിനിക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാനാ ചേച്ചി? അമ്മായി അല്ലെങ്കിലും പറയേണ്ടതൊന്നും പറയത്തില്ലല്ലോ. ഇവർക്കൊക്കെ രാജു അല്ലേ വലുത്. ഇവരുടെ ദൃഷ്ടിയിലെ രാജു മഹാനും ഈ ദീപക് മഹാമോശമാണല്ലോ. എടാ ദീപക്ക, നീ എന്നോട് പറയുന്ന പോലെ ശേഖരനും യാമിനിക്കും നിന്നോടൊരു വെറുപ്പുമില്ലടാ. ശേഖര, അങ്ങനെ വല്ല വെറുപ്പുണ്ടെങ്കിലേ ഇന്നിവിടെ നടക്കാൻ പോകുന്ന ദീപക്കിൻ്റെയും ഋതികയുടെയും വിവാഹത്തിന് അങ്ങനെ വല്ല എതിർപ്പുണ്ടെങ്കിൽ അത് മനസ്സിനകത്ത് തന്നെ അങ്ങ് കുഴിച്ചു മൂടുന്നതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. അതല്ല എൻ്റെ മകനെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നിങ്ങൾ നടത്തിയെന്നോ ഗൂഢാലോചന നടത്തുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുണ്ടെന്നോ ഞാൻ അറിഞ്ഞാൽ, അറിയാവല്ലോ ഈ അംബികെ. അല്ല അപ്പു എവിടെ യാമിനി? അവൾ വന്നില്ല, അവൾക്കവിടെ എക്സാമാണ്. അയ്യോ, അവൾ വരാതിരുന്നാൽ എങ്ങനെയാ യാമിനി? പിന്നെ അപ്പു വന്നില്ലെങ്കിൽ ഇവിടെ കെട്ട് നടക്കത്തില്ലല്ലോ. ദീപക് പറയുക, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. എടാ നീ മിണ്ടാതിരിക്കടാ.
അപ്പോഴാ ഈവൻറ്റ് മാനേജ്മെൻറ്റുകാരൻ വന്നിട്ട് അംബികയോട് പറയുന്നത്, മേഡം ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ ബൗൺസേഴ്സൊക്കെ വന്നിട്ടുണ്ട് മേഡം, എന്നാൽ ബാ നമുക്ക് അവരെ ഒന്ന് കാണാം എന്നും പറഞ്ഞ് അംബിക അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ബൗൺസേഴ്സ് എന്നും പറഞ്ഞ് 2 പൊണ്ണത്തടിയന്മാരെ വാതൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ, മിടുക്കന്മാരാ. കണ്ടിട്ട് ഈ തടുമിടുക്ക് മാത്രമേ ഉള്ളൂ, മറ്റു വല്ലതും? മേഡം ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം ഇവർ ചെയ്തിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് യാമിനിക്കും ശേഖരനും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വാ ശേഖരേട്ടാ, നമുക്ക് പോകാം. എങ്ങോട്ടാ യാമിനി? അതേ, ഗസ്റ്റൊക്കെ വരുന്നതല്ലേ, ഞങ്ങൾ പോയൊന്ന് ഒരുങ്ങട്ടെ. എന്നാലും നിങ്ങൾ എളുപ്പം ഒരുങ്ങിയിട്ട് വരണം, താമസിക്കരുത് കേട്ടോ. ദീപക് അംബികയോട് പറയുക, അമ്മേ ബൗൺസേഴ്സിനെ ഇറക്കിയതൊന്നും അവർക്ക് അങ്ങോട്ട് സുഖിച്ച മാതിരി തോന്നുന്നില്ലല്ലോ. എങ്ങനെ സഹിക്കാൻ പറ്റുമോനെ? ഈ വിവാഹം എങ്ങനെ മുടക്കാനെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളിത് എത്ര ഭംഗിയായിട്ട് നടത്തുന്നു എന്ന് കണ്ടപ്പോഴവർക്ക് സഹിക്കാൻ പറ്റില്ല. അവളുടെയും കണ്ണുകടി ഞാനിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എടാ ദീപക്കെ, ആ ദിവ്യ നിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലോ ഇല്ലേ? അതൊക്കെ ഉണ്ടമ്മേ. ഇനി അടുത്ത ആളെയും കൂടെ തൂക്കാനുള്ള സമയമായി. ഞാൻ അതിനു വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. വേണ്ട മോനെ, നീ അത് അമ്മയ്ക്ക് വിട്ടേരെ, അമ്മയത് നോക്കിക്കോളാം. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു മരണ വീട് പോലെ എല്ലാവരും ഓരോ മൂലയ്ക്കിങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. വേണുവേട്ടൻ പറയുക, ദൈവമേ എങ്ങനെയായി വിവാഹം ഒന്ന് മുടക്കുന്നത്? പത്മാവതി മേഡമാണെങ്കിൽ ഇതുവരെയും വിളിച്ചതുമില്ലല്ലോ. രാധമ്മ ചോദിക്കുക, വേണുവേട്ട നിങ്ങൾ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ഋതികമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനും അതുതന്നെയാണ് ആലോചിക്കുന്നത്. ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ ശരീരമാകെ തളർന്നു വരുക. പ്രിയ പറയുക, അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തെങ്കിലും വഴിയുണ്ടോയെന്നൊന്ന് ആലോചിക്കുക. എങ്ങനെയെങ്കിലും ദീപക്കുമായുള്ള ഋതിക മേഡത്തിൻ്റെ വിവാഹം മുടക്കണം. നമ്മൾ വിചാരിച്ചാൽ അത് എങ്ങനെ നടക്കുമെന്ന് അത് വലിയ പ്രശ്നമാകില്ലേ? വർമ്മ സാർ അറിഞ്ഞാൽ അതും ഒരു പ്രശ്നമാകില്ലേ? പക്ഷേ ഋതികമോളുടെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമുണ്ട്. അമ്മേ, ഞാൻ രാജുവിനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഞാൻ അവനോട് എത്ര തവണ മാറി ചോദിച്ചു മോളെ, അവൻ എന്തെങ്കിലും കുലുക്കമുണ്ടോ? അവൻ ആ ഋതിക മേഡത്തിൻ്റെ കല്യാണം നടത്തി കൊടുക്കാനായിട്ട് നിൽക്കുവല്ലയോ? നിങ്ങളിനി വേണുവേട്ട അവനോട് ദേഷ്യപ്പെടേണ്ട. അവനോട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. അവരങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക സങ്കടത്തോടെ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക സങ്കടത്തോടെ വരുന്നത് കണ്ട് രാജുവിൻ്റെ മനസ്സ് മാറിയേക്കാമെന്ന് തോന്നുന്നു. അവിടെ ഉള്ളവരെല്ലാം അതിന് സപ്പോർട്ടും ചെയ്യും. എല്ലാവരും ചേർന്ന് ഋതികയും രാജുവായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.